പ്രിയ വിദ്യാർത്ഥികളെ, അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കെമിക്കൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. 7ാം പാഠത്തിലെ കമ്പ്യൂട്ടറിലെ പരീക്ഷണശാലകൾ എന്ന് പറയുന്ന അധ്യായത്തിലെ കെമിക്കൽ സോഫ്റ്റ്വെയർ. ഇതുപയോഗിച്ച് നമുക്ക് ആറ്റത്തിൻ്റെ ഘടനകൾ, തന്മാത്രയുടെ ഘടനകൾ നിർമ്മിക്കാം. തന്മാത്രയുടെ മാതൃകകൾ നിർമ്മിക്കാൻ പറ്റും. അതിന് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ കെമിക്കൽ സോഫ്റ്റ്വെയർ തുറക്കുക. ഇപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ തന്മാത്രയാണ് മാതൃകയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ H2O ആണ് നമുക്ക് അറിയാം. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആറ്റം ഏതാണെന്ന് സെലക്ട് ചെയ്യണം. 2 ഹൈഡ്രജൻ ആറ്റം വേണം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തെ സെലക്ട് ചെയ്തു. ഇവിടെ ഡ്രോ ടൂളാണ്. ഈ പെൻസിൽ എടുക്കുക, എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ 2 ഹൈഡ്രജൻ ആറ്റം വന്നു. ഇനി അടുത്തതായി വേണ്ടത് നമുക്കൊരു ഓക്സിജൻ ആറ്റമാണ്. അതിന് ഓക്സിജൻ സെലക്ട് ചെയ്യണം. ഇവിടെ ഓക്സിജൻ സെലക്ട് ചെയ്തു, എന്നിട്ട് വരക്കുകയാണ്. ഒരു ഓക്സിജൻ വരച്ചു. ഇപ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആയി. ഇനി നമുക്ക് ബോണ്ട്, ഏത് ടൈപ്പ് ബോണ്ടാണ്, സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ എന്നൊക്കെ സെലക്ട് ചെയ്യാനുണ്ട്. ഇവിടെ സിംഗിളാണ് സെലക്ട് ചെയ്തത്. സിംഗിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരാറ്റത്തിൽ, ഹൈഡ്രജൻ ആറ്റത്തെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഡ്രാഗ് ചെയ്യുക ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് വന്നു. ഇനി ഈ ആറ്റത്തെയും ഹൈഡ്രജൻ ആറ്റത്തെയും ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ നമുക്ക് H2O എന്ന് പറയുന്ന തന്മാത്രയാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ തന്മാത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ യഥാർത്ഥ മോഡലിൽ, യഥാർത്ഥ രൂപത്തിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ക്യാൻവാസിൽ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന കമ്പ്യൂട്ടിൽ ജിയോമെട്രി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ജല തന്മാത്രയുടെ യഥാർത്ഥ രൂപത്തിൽ നമുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വിവിധ ദിശകളിൽ തിരിച്ചിട്ട് നിരീക്ഷിക്കാൻ പറ്റും. അതിനിവിടെ ഓർബിറ്റ് XY എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഈ ടൂൾ എടുക്കുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് കറക്കി നോക്കുക. ഓർബിറ്റ് XY എന്ന ടൂളിൽ ഒന്ന് കറക്കി നോക്കുക. അങ്ങനെ പല ഭാഗത്തു നിന്നും നമുക്കിതിനെ നിരീക്ഷിക്കാൻ പറ്റും. ഇതുപോലെ ഏത് തന്മാത്രയുടെ മാതൃക വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ ഈ പാഠം, 7ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. Thank you very much.